ജെബി മാത്യുവിന്റെ ടീമിന് നല്ല ധൈര്യമുണ്ട്. അവരൊരു ടീമായി നിന്ന് അവര് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ക്യാമ്പുകളെല്ലാം നടത്തി, റീജിയണൽ ക്യാമ്പുകളെല്ലാം നടത്തി, ഈ ജാഥയെ കുറിച്ചെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഈ ജാഥ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു വിസ്മയമായി മാറിയിരിക്കുകയാണ്. അത് മാറ്റാൻ കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് നേതൃത്വത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളം പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. ഏത് സാമൂഹ്യ വിപത്തുണ്ടായാലും, ലഹരിയുടെ പ്രശ്നമായാലും, വിലക്കയറ്റമായാലും, ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും, ഏത് വിഷയം നമ്മുടെ നാട്ടിലുണ്ടായാലും അതിന്റെ ആദ്യത്തെ ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. ലഹരി മരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചാൽ അതിന്റെ ഇരകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ്. നമ്മുടെ നാട്ടിലെ എന്ത് സാമൂഹ്യ വിപത്തുണ്ടായാലും, എന്ത് ദോഷമുണ്ടായാലും അതിന്റെ ദോഷഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകളാണ്. ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്കറിയാം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകളില്ല. മെഡിക്കൽ കോളേജുകളിൽ സർജറിക്ക് പോകണമെങ്കിൽ സാധനമൊക്കെ മേടിച്ച് നൂല് സൂചിയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം കുഞ്ഞിക്കെട്ടാൻ. ആരോഗ്യ കേരളം ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന സംസ്ഥാനമാണ്. അതിപ്പോൾ തകർച്ചയിലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം, യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്രശ്നങ്ങളാണ്. കുട്ടികളെല്ലാം സ്ഥലം വിട്ടു പോവുകയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്ത് പോയിരിക്കുന്ന ഒരു പഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദേശത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഉത്തരമേഖല പഞ്ചായത്ത്. യൂറോപ്പിലേക്ക് ഏറ്റവും ആദ്യം മൈഗ്രേറ്റ് ചെയ്ത ആളുകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഉത്തരമേഖല. ഇപ്പോഴാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകാൻ തുടങ്ങി. ഇവരാണ് കാണിച്ചു കൊടുത്തത് ഉത്തരമേഖലയൊക്കെ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മലയോരത്ത് വന്യജീവി ആക്രമണമുണ്ട്. തീരപ്രദേശത്ത് ഭയങ്കര കെടുതിയാണ്. നമ്മുടെ റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, ഹൈവേ നിർമ്മാണം ഉൾപ്പെടെ വരിയിലായി നിൽക്കുന്നു. ആ കേരളം മുഴുവൻ ലഹരി മരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു. ജയിലുകളിൽ പോലും ക്രിമിനലുകളെ സംരക്ഷിക്കുകയും അവർക്ക് ജയിൽ ചാടാൻ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. കേരളത്തിലെ സർക്കാർ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു സർക്കാർ. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം മാത്രം പുറകിൽ സഞ്ചരിക്കുകയാണ്. 25 കൊല്ലം പുറകിലാണ് കേരളം സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ ഒരു ദുരവസ്ഥയിലേക്കാണ് 9 വർഷക്കാലത്തെ പിണറായി ഭരണം കേരളത്തെ എത്തിച്ചേർന്നിരിക്കുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ വർഗീയതയെ ആളിക്കത്തിച്ച്, ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച്, നമ്മളെ തമ്മിലടിപ്പിച്ച്, അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്. ഇത് രണ്ടുപേരും ചേർന്ന് ശരാശരി മലയാളിയുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കി. രൂക്ഷമായ വിലക്കയറ്റമാണ്. 4 കൊല്ലം മുമ്പ് വെളിച്ചെണ്ണയുടെ വില 120 രൂപയെ, ഇപ്പൊ എത്രയാ? 480 രൂപ. 4 ഇരട്ടിയാണ്. എല്ലാ സാധനങ്ങളുടെയും വില, ചെറുപയറിന്റെ, പരിപ്പിന്റെ, കടലയുടെ, സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില 50% മുതൽ 100% വരെ വർദ്ധിച്ചിരിക്കുന്നു. മാവേലി സ്റ്റോറിൽ പോയാൽ സബ്സിഡിയുള്ള സാധനങ്ങളില്ല. ആകെ സാധനങ്ങളിൽ ബിവറേജ് മാത്രം. ബിവറേജിന്റെ അലമാരയെല്ലാം ഫുള്ളാണ്. മാവേലി സ്റ്റോറിന്റെ അലമാരയിൽ ഒന്നുമില്ല. ഇതാണ് സ്ഥിതി. ഞാൻ പറയുന്നു, കഴിഞ്ഞ വർഷം വീട്ടമ്മമാരുണ്ട്, കണക്ക് എഴുതുന്ന വീട്ടമ്മമാരുണ്ട്, വീട്ടു ചെലവ് അങ്ങനെ എഴുതുന്ന വീട്ടമ്മമാർക്ക് അറിയാം, കഴിഞ്ഞ വർഷം ഒരു ഇടത്തരം കുടുംബത്തിലെ ചെലവ് ഈ വർഷമായപ്പോൾ ഒരു ശരാശരി കുടുംബത്തിന് 10,000 രൂപ മുതൽ 15,000 രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ് ചെലവ്. വിലക്കയറ്റം കൊണ്ടുള്ള വർധനവ്. ഇലക്ട്രിസിറ്റി ചാർജ് 3 പ്രാവശ്യം കൂട്ടി, ഇല്ലേ? വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിനെ ഖജനാവ് മുഴുവൻ കാലിയാക്കി മാറ്റി, ജനജീവിതം ദുസ്സഹപൂർണ്ണമാക്കി മാറ്റിയ ഒരു സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടിയായി ഈ മഹിളാ സാഹസ യാത്ര മാറുകയാണ്. കേരളത്തിൽ മഹിളാ കോൺഗ്രസ് ഏറ്റവും വലിയ മഹിളാ ശക്തിയായി ഈ മഹിളാ സാഹസ യാത്ര ആയി മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുന്നണിയിൽ നിന്നുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്, എല്ലാ വാർഡിലും 5 പേരുണ്ടാവണം മിനിമം. 10 പേരായാലും 15 പേരായാലും നമുക്ക് വിരോധമില്ല. പക്ഷെ ഏറ്റവും മിനിമം 5 പേരെങ്കിലും
എല്ലാ വാർഡിലും ഉണ്ടാകും. മുത്തമലിക്കര മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ബാക്കി നേതാക്കളോടും ഇവർ പോയി കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും മിനിമം 5 മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കി ഓരോ വാർഡിലുള്ള അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തയ്യാറാക്കി ബ്ലോക്ക് പ്രസിഡന്റിന്റെയും ജില്ലാ പ്രസിഡന്റിന്റെയും ഏൽപ്പിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ ജോലി മഹിളാ സാഹസ് യാത്ര മറുപൂർ വിട്ടു കഴിഞ്ഞാലുള്ള ആദ്യത്തെ ജോലി ബാക്കിയുള്ളവരോട് പറയാം. മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു വാർഡിൽ 5 പേർ പുരുഷന്മാരോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടാകും. അവരാണെങ്കിൽ എന്നെ കുറിച്ച് ഭയങ്കര പരാതിയാണ്. 50% സംവരണമെന്നെടുത്ത് 60% സ്ത്രീകൾ മത്സരിക്കുന്ന നിയോജകമണ്ഡലമാണ്. കാരണം ജനറൽ സീറ്റിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഒരു നിയോജകമണ്ഡലം കൂടിയാണ്. പറവൂർ മുനിസിപ്പാലിറ്റിയൊക്കെ ചെന്നാൽ ആ പുരുഷന്മാർക്കൊന്നും സീറ്റ് പോലില്ല. എല്ലായിടത്തും ജനറൽ സീറ്റിൽ വരെ സ്ത്രീകൾ മത്സരിക്കുന്ന ഒരു നിയോജകമണ്ഡലം. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന നിയോജകമണ്ഡലമാണ്. അപ്പൊ ഇങ്ങനെ മഹിളാ കോൺഗ്രസ് ശക്തിപ്പെടാൻ പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാര്യം എന്താ ഏകദേശം തീരുമാനമാവും. അപ്പൊ മഹിളാ കോൺഗ്രസ് ഒരു വലിയ ശക്തിയായി നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു മാറ്റം 100-ലധികം സീറ്റോടുകൂടി 2026 ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ടീം യുഡിഎഫിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരായി കേരളത്തിലെ മഹിളാ കോൺഗ്രസ് മാറും. അത് എനിക്ക് ഉറപ്പുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു ടീമാണ്. അവരെല്ലാവരെയും സംസ്ഥാന ഭാരവാഹികളെ പറവൂരിൽ എത്തിയിരിക്കുന്ന മുഴുവൻ സംസ്ഥാന ഭാരവാഹികളെ ഞാൻ ഒന്നുകൂടി പറവൂരിലെ മുഴുവൻ പേർക്കും വേണ്ടി ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് മാതൃകയായി മാറും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കേരളത്തിന്റെ ജനപക്ഷ നേതാവായ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഈ സാഹസ് യാത്രയിൽ ഇന്ന് പറവൂർ നിയോജകമണ്ഡലത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അംഗീകാരമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനം അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇത് മുന്നോട്ട് പോകുവാനുള്ള കോൺഫിഡൻസ്, ഇത് മാത്രമല്ല മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ സമയം മുതൽ ഈ സമയം വരെ പുനഃസംഘടന പോലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ആ ഒരു സമയത്ത് പോലും 200% സപ്പോർട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മഹിളാ കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്. ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും അദ്ദേഹത്തോട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങുന്നു. മഹിളാ സാഹസ് കേരള യാത്രയുടെ 1026ാമത്തെ സ്വീകരണ സമ്മേളനമായ പുത്തൻവേലിക്കര മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വീകരണ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കരിയായ ശ്രീമതി സ്മിത ജോയ്, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, പ്രതിപക്ഷ നേതാവ് പോലും സംസാരിക്കാൻ പോയപ്പോൾ, ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് നടുക്കിരുത്തണമെന്നാണ്. ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിലും തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ അധ്യക്ഷ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ്. ഒരു മണ്ഡലം പ്രസിഡന്റ്മാരെ ശാക്തീകരിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ എക്സസൈസ് കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ കൃത്യവും വ്യക്തവുമായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നിയമസഭയുടെ അകത്തും പുറത്തും ഒക്കെ പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, LDFന്റെ ദുർഭരണത്തിനെതിരെ ദിവസവും എന്ന പോലെ മണിക്കൂറുകൾ എന്ന പോലെ തന്നെ വളരെ ശക്തമായി തന്നെ
കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന UDF-നെ ഇന്ന് ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഇത്രയും ശക്തമായി UDF എന്നൊരു വികാരത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചുക്കാൻ പിടിച്ച ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ കൂടിയായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് VD സതീശൻ, എന്നോടൊപ്പം ഈ യാത്രയിൽ എത്തിച്ചേർന്നിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് VK മിനിമോൾ, എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സുനില സിബി, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ശ്രീമതി ജയലക്ഷ്മി ദത്തൻ, ശ്രീമതി അനിത സൈബ, സംസ്ഥാന ഭാരവാഹികൾ രാജലക്ഷ്മി, ജയ സോമൻ, വിജയമ്മ ബാബു, ശിവ, DCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ MT ജയൻ, മുൻ വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ ചേട്ടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് വലിയപറമ്പിൽ, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് BC സോളമൻ, മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉല്ലാസ്, മറ്റ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ശ്രീമതി സീന, ജിജി സൈമൺ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ MS രജി, ജില്ലാ ഭാരവാഹികൾ ഷൈജ, സിന്ധു ടീച്ചർ, ബിന്ദു, രജിത, സുൽഫത്ത്, സൈബുനിസ, വിസി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ. നമ്മൾ വിരൽ ചൂണ്ടുന്നത്, കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത്, UDF വിരൽ ചൂണ്ടുന്നത്, നിലമ്പൂരിൽ നമ്മൾ ഒറ്റക്കെട്ടായി വിരൽ ചൂണ്ടിയത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്, LDF സർക്കാരിനെതിരെയാണ്. സമസ്ത മേഖലയും പ്രതിപക്ഷ നേതാവ്, ആരോഗ്യ മേഖല, ആഭ്യന്തര വകുപ്പ് എല്ലാം പരാജയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറുന്നതിനെതിരെ, ലഹരിക്കെതിരെ അമ്മമാർ പോരാളികൾ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര എല്ലാ ഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ക്രിമിനലുകൾ ഈ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോൾ, ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയാവുമ്പോൾ, ഗോവിന്ദസ്വാമിയെ പോലും പറഞ്ഞുവിടുന്ന, ജയിലിൽ നിന്ന് പറഞ്ഞുവിടുന്ന തരത്തിലേക്കുള്ള ഭരണ പരാജയം ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് നമ്മൾ ഉയർത്തുന്നത്. ഈ ജാഥയുടെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട്, ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയാണ്. പ്രതിപക്ഷ നേതാവായി എടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് പോലും വ്യക്തമാണ്. ഇവിടെ മണ്ഡലം പ്രസിഡന്റ് നിർദ്ദേശം കൊടുത്തത് ഒരു വാർഡിൽ 5 എന്ന് പറയുമ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ റെക്കോർഡ് കാണിക്കുകയായിരുന്നു. നമ്മൾ കേരളം മുഴുവൻ പുനഃസംഘടന പറഞ്ഞപ്പോൾ ഇവിടെ വാർഡുകളിൽ 5-ന് 3 വരെയുള്ളവരെ അവർ നിയമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കൃത്യമായി നിങ്ങൾ നടപ്പിലാക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ പഞ്ചായത്തിൽ 17 വാർഡിൽ ഇപ്പോൾ നമുക്ക് 7 2015 മുതൽ 20 വരെ നമ്മൾ ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. UDF-ന്റെ അനുകൂലമായ കാറ്റ് നിലമ്പൂരിൽ നിന്നും കേരളത്തിലെമ്പാടും വീശുമ്പോൾ ഈ പുത്തൻവേലിക്കര പഞ്ചായത്ത് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും അതിൽ ഈ അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഈ ഞായറാഴ്ച ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ദിവസം, കുടുംബത്തോടൊപ്പം പുറത്തു പോകേണ്ട ദിവസം ഒക്കെ ആയിട്ടും ഇത്രയും സഹോദരിമാർ ഈ പെരുമഴക്കാലത്ത് റെഡ് അലേർട്ട് എന്നാണ് വാർത്തകളിൽ വരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ള നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി, കരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ കൃത്യമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവിനോടുള്ള നന്ദി. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ജബി ഞാനത് എവിടെയെങ്കിലുമൊക്കെ വന്നല്ലോ, ഇനി അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് സമാപനത്തിലേക്ക് എത്തും എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. മഹിളാ സാഹസ് കേരള യാത്ര ഇവിടെ എത്തിച്ചേരുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അതൊരു വലിയ അംഗീകാരമാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. നേതൃത്വത്തിലുള്ള സ്നേഹബഹുമാനം പ്രതിപക്ഷ നേതാവ് മണ്ഡലം പ്രസിഡന്റിനെയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനും നൽകുന്നതാണ്.
അതുപോലെ ഉല്ലാസിയായിട്ട് മുന്നോട്ട് വരണം. പറഞ്ഞാൽ